ഹായ് എവരി വൺ. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ വരാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം. ഇത് ലേറ്റ് ആവാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ഒരു പുതിയ മെമ്പറും കൂടി ആഡ് ചെയ്യപ്പെട്ടു. ആ ഒരു ഗിഫ്റ്റ് ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടി. ഒരു ബേബി ഗേളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞങ്ങൾ ആ ബേബി ഗേളിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള ഗിഫ്റ്റ്. പേര് ടിയാറ ഗ്രേസ് ജോൺ. നമ്മൾ ടിയാറ ആയിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് ഒരു പാട്ട് നമുക്ക് ഒരു കുടുംബത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പാട്ട് നമുക്ക് പാടാം. ദൈവം വസിക്കും കുടുംബം, നാഥൻ വസിക്കും കുടുംബം. ദൈവം വസിക്കും കുടുംബം, നാഥൻ വസിക്കും കുടുംബം. ദൈവീക ഭവനം സ്വർഗീയ ഭവനം, നാഥൻ വസിക്കും കുടുംബം. ദൈവീക ഭവനം സ്വർഗീയ ഭവനം, നാഥൻ ഭരിക്കും കുടുംബം. ദൈവം വസിക്കും കുടുംബം, നാഥൻ വസിക്കും കുടുംബം. സ്നേഹം സഹനം ശാന്തി നൽകും, സർവം കാക്കും നാഥനവൻ. സ്നേഹം സഹനം ശാന്തി നൽകും, സർവം കാക്കും നാഥനവൻ. ജീവിത ഭാരങ്ങൾ അറിഞ്ഞിടുന്ന ജീവനാഥൻ എന്നെ നയിച്ചിടുന്നു. ജീവിത ഭാരങ്ങൾ അറിഞ്ഞിടുന്ന ജീവനാഥൻ എന്നെ നയിച്ചിടുന്നു. ദൈവം വസിക്കും കുടുംബം, നാഥൻ വസിക്കും കുടുംബം. ദൈവം വസിക്കും കുടുംബം, നാഥൻ വസിക്കും കുടുംബം. ദൈവം നിർമ്മിച്ച നിത്യമാം ഭവനം, സ്വർഗതാതൻ തിരുഭവനം. ദൈവം നിർമ്മിച്ച നിത്യമാം ഭവനം, സ്വർഗതാതൻ തിരുഭവനം. ദൈവത്തിൻ പൈതങ്ങൾ ഒന്നായി വസിക്കും, മഹിമ നിറഞ്ഞിടും ശാശ്വത ഭവനം. ദൈവത്തിൻ പൈതങ്ങൾ ഒന്നായി വസിക്കും, മഹിമ നിറഞ്ഞിടും ശാശ്വത ഭവനം. ദൈവം വസിക്കും കുടുംബം, നാഥൻ വസിക്കും കുടുംബം. ദൈവം വസിക്കും കുടുംബം, നാഥൻ വസിക്കും കുടുംബം. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ സ്വഭാവം എന്നുള്ളൊരു വിഷയത്തെ കുറിച്ചാണ്. നമ്മൾ ഈ ഒരു ഭാഗം ചിന്തിക്കുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പ്രത്യേകമായി ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ വചനമായ യേശു അല്ലെങ്കിൽ ദൈവം ആ ഒരു സ്വഭാവത്തെ, ദൈവത്തിന്റെ സ്വഭാവം മനസ്സിലാക്കി തരാനാണ് അവൻ തന്നെ തന്നെ ഒഴിച്ച് അവൻ വേഷത്തില്, അവൻ മനുഷ്യന്റെ രൂപത്തിലേക്ക് ഒരു ദാസനായിട്ട് തീർന്ന് അവൻ ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ അവന്റെ നിലവാരത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത് അവൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുകൊണ്ടാണ്. അപ്പോൾ ഒരു ജീവിതത്തിനപ്പുറം, നമ്മുടെ ഈ ഒരു മാനുഷിക ജീവിതത്തിനപ്പുറം ഉണ്ട് എന്ന് നമുക്ക് സ്പഷ്ടമായി മനസ്സിലാക്കി തരാനാണ് അവൻ തിരുവേറ്റുകൾ പ്രകാരം
അവൻ പ്രവചനങ്ങളുടെ അവൻ വരികയും അവൻ മരിക്കുകയും മൂന്നാം ഉയർത്തെഴുന്നേൽക്കുകയും ഇവൻ സ്വർഗത്തിലിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തേജസ്സുള്ള ആ ഒരു ചിത്രം, തേജസ്സുള്ള യേശുവിൻ്റെ, അല്ലെങ്കിൽ യേശുവാണ് ദൈവ സ്വഭാവം, അല്ലെങ്കിൽ ആ ഒരു ചിത്രീകരണം നമ്മൾ എബ്രായ ലേഖനം എല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഹെബ്രായർ 1-ാം ലേഖനമൊക്കെ വായിക്കുമ്പോൾ 1 മുതൽ 4 വരെ, ഇപ്പോൾ നമുക്കത് വായിച്ചു പോകാൻ സമയമില്ലാത്തതിനാൽ നിങ്ങളതൊന്ന് പരിശോധിക്കുക. തേജസ്സുള്ള യേശു, അതായത് സിംഹാസനത്തിലിരിക്കുന്ന യേശു, പിതാവിൻ്റെ ആ ഒരു പൂർണ്ണതയെ കാണിച്ചു തരുന്നത് ആ ഒരു ചിത്രമൊക്കെ. അപ്പോൾ ശരിക്കും വലത്തുഭാഗത്തിരുന്ന് ഇപ്പോൾ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായി തീർന്ന ആ ഒരു അവൻ്റെ ആ ഒരു സ്വഭാവ നിലവാരത്തിൽ നിന്നാണ് അവൻ മനുഷ്യനായിട്ട് വരുന്നത്. അപ്പോൾ അവൻ ആ നമ്മളെപ്പോലെ ഒരുവനായിട്ട് വന്നുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കി തരാം. ഈ ജീവിതത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വളരെ, ഇനി അടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് യേശുവിൻ്റെ, അല്ലെങ്കിൽ യേശു വന്നതിൻ്റെ ആ ഒരു ഉദ്ദേശം, അല്ലെങ്കിൽ യേശുവിൻ്റെ ഉദ്ദേശം തന്നെ അതാണ്, നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് നാം തേജസ്കരിക്കപ്പെട്ട യേശുവിനെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ അവൻ അടുത്തുകൂടെ വെളിച്ചത്തിൽ വസിക്കുന്നവനാണെന്ന് നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യോഹന്നാനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ വചനമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നെല്ലാം നമ്മൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉളവായതൊക്കെ യേശുവിനെ കൂടാതെ അല്ല എന്ന് അവിടെ കാണിച്ചു തരികയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യ ജീവിതത്തിൽ വെളിച്ചമായി തീർന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ വെളിച്ചം പ്രകാശിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് ഒരു കാര്യം വചനത്തിൽ നിന്ന് തന്നെയാണ് നമുക്കത് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണ് ഇപ്പോൾ ശരിക്കും എഫേസ്യർ 5:14 പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഉറങ്ങുന്നവരെ ഉണർന്നുകൊണ്ട് തന്നെ എന്താണ് മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, അതായത് ക്രിസ്തു നിന്റെ മേൽ പ്രകാശിച്ചിരിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രകാശം, ക്രിസ്തു നമ്മൾക്ക് തന്നിരിക്കുന്ന പ്രകാശം നമ്മൾ ഈ ലോകത്തിലേക്ക് കാണിച്ചു. അത് നമ്മുടെ സ്വഭാവത്തിലൂടെയാണ് അതാണ് യേശു കാണിച്ചത്. യേശു ഇവിടെ പിതാവിൻ്റെ സ്വഭാവമാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മളും എന്താണ്, ഒരു ക്രിസ്ത്യാനിയെ തിരികെ നമ്മളും ആ ക്രിസ്തുവിൻ്റെ ആ ഒരു സ്വഭാവം, ആ പ്രകാശം മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായിരിക്കണം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പഴയ നിയമ പ്രവാചകന്മാരൊക്കെ എടുത്താൽ അവർ ദൈവത്തിൻ്റെ മഹിമ കണ്ടു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഏഷ്യാവിൽ നിന്ന് തന്നെയാണ് നമുക്ക് ആ സഹായം തേടിക്കൊണ്ട് നമ്മൾ ആ ഉദാഹരണത്തിലേക്ക് എല്ലാം കിടക്കാൻ നമുക്ക് നോക്കും. ഇപ്പോൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഉസിയ രാജാവ് മരിച്ച ആണ്ടിലൊക്കെ ഉയർന്നും പൊങ്ങിയും ഉള്ള സിംഹാസനത്തിലിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനം എന്ന് പറയുമ്പോൾ ഒരു ആ ചിത്രത്തിലൂടെ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരണയാണ് ശരിക്കും പറഞ്ഞാൽ സൈന്യങ്ങളുടെ പരിശുദ്ധൻ അതായത് ആ മഹത്വത്തെയാണ് പറയുന്നത് ഏഷ്യ പ്രവാചകൻ അവിടെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏഷ്യാവ് 6 അല്ലെങ്കിൽ ആ 6 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ ഒരു കാര്യം എന്താണ് അവിടെ, ആ മഹത്വം പഴയ നിയമപ്രകാരം നമ്മൾ നോക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതൊരു പുതിയ നിയമത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ യോഹന്നാന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 800 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു കാര്യങ്ങൾ വരിക. അപ്പോൾ ആ ഒരു ഭാഗത്ത് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾ വെളിച്ചത്തിലെ മക്കളാക്കേണ്ടതിന് നിങ്ങൾ എന്തെങ്കിലും വെളിച്ചത്തിലാണ് വസിക്കുക, നമ്മൾ ഒരിക്കലും ഇരുളിലല്ല വെളിച്ചത്തിൽ വസിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യോഹന്നാൻ 12:36 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ യേശു, അതായത് യഹോവയുടെ തേജസ് അവിടെ ഏഷ്യാവ് പറയുന്നത് പോലെ തന്നെ ഇവിടെ ഒരു യേശുവിന്റെ തേജസ് യോഹന്നാൻ മനസ്സിലാക്കി തരികയാണത്. യേശു തന്നെയാണ് യഹോവ എന്ന് നമുക്ക് പഴയ നിയമത്തിൽ കണ്ടതുപോലെ തന്നെ പുതിയ നിയമത്തിൽ നിന്നും അത് മനസ്സിലാക്കി തരികയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു യേശുവിന്റെ മഹിമ അവിടെ യേശാവ് കണ്ട എന്നാണ് ആ ആശയം തന്നെ മറ്റൊരു അർത്ഥത്തിൽ യോഹന്നാനും കൂടി അതിനുശേഷം നമുക്കത് ആ ഒരു കാര്യത്തെ, ആ ഒരു അവസ്ഥയെ ഏഷ്യാവ് കണ്ടിരുന്ന ആ ഒരു കാര്യത്തെ തന്നെ നമുക്കും ഇന്ന് പുതിയ നിയമത്തിലും ആ സെയിം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഇപ്പൊ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ, അല്ലെങ്കിൽ ആ ഏഷ്യാവ് കണ്ടെന്ന് പറഞ്ഞത് നമുക്ക് ഒരിക്കലും അതിശയിക്കാനില്ല. ഇപ്പോൾ ദാവീദിനെ കുറിച്ച് പത്രോസ് വിവരിക്കുന്നുണ്ട്. AD 33 ആ ഒരു ആണ്ടിലൊക്കെ എന്താണ് ദേവാലയ പരിസരത്ത് കൂടിയിരുന്ന പുരുഷന്മാരോടൊക്കെ സംസാരിക്കുന്നത്. അത് പഴയ നിയമ പ്രവചനത്തിൽ നിന്ന് തന്നെയാണ്. യേശു ഉയർത്തെഴുന്നേറ്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യം അവിടെ നിന്ന് തുടങ്ങി തന്നെയാണ് പ്രവചനം. അത് കറക്റ്റ്
കറക്റ്റായിട്ട് എങ്ങനെയാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് അവിടെ പ്രസംഗിക്കുന്നതാണ് പത്രോസ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റ് സ്വഹരണം ചെയ്തു എന്നുള്ളതെല്ലാം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് പഴയ നിയമത്തിന്റെ ആ ഒരു പ്രവചനം, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ യേശുവിനെ കണ്ട മഹിമ, ആ ഒരു കാര്യത്തെക്കുറിച്ച് പ്രവചിച്ചുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് പുതിയ നിയമത്തിലേക്ക് അവർക്ക് ആ ഒരു വചനത്തെ മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കാണണമെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം നിങ്ങൾ വായിക്കുക. അതോടൊപ്പം തന്നെ എടുത്ത് വായിക്കേണ്ടത് ഈ ഒരു കാര്യത്തെ നമ്മളൊന്ന് പ്രധാനമായിട്ട് നമ്മൾ നോക്കുമ്പോൾ വായിക്കേണ്ടത് അപ്പോസ്തലപ്രവൃത്തി 2-ന്റെ 29 മുതൽ 32 വാക്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പല പഴയ നിയമ പ്രവാചകന്മാരും എന്താണ് തേജസ്സുള്ള യേശുവിനെ കണ്ടിരുന്നു. അപ്പൊ ആ ചിത്രം, ആ പ്രവാചകന്മാരുടെ ആ ചിത്രം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു മഹിമ അത് വരാനിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ അവിടെ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ യേശു യഹോവ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം നമ്മളെ സഹായിക്കുന്നതാണ് അതെല്ലാം. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏകജാതനായ പുത്രൻ നമ്മളൊരു വാക്യം, ഇപ്പൊ യോഹന്നാൻ 3:16 നമുക്ക് എടുക്കുന്നത്, തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവൻ എന്താണ് അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെയാണ് അവൻ സ്നേഹിച്ചത്. അപ്പൊ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു, തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് തന്നുകൊണ്ട് തന്നെ. അപ്പൊ ഏകജാതനായ പുത്രനെ നമ്മൾ നോക്കുമ്പോൾ ഇത് തിരുവെഴുത്തിൽ ഇപ്പൊ നമുക്ക് ഈ ഏകജാതനായ പുത്രൻ എന്ന് പറയുന്നത് യേശുവാണ്. ദൈവം തന്നെ പുത്രനെ തന്നത് എന്തിനാണ്? അവൻ ആ തിരുവെഴുത്തിൽ ആ പറഞ്ഞിരിക്കുന്ന കാര്യം, ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ എന്ന് പറയുന്നത് യേശു തന്നെയാണ്. അപ്പൊ ഈ ജാതൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കന്യകാ ജനനം ആ നിമിത്തമുള്ള ജാതനാണോ എന്നെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ തിരുവെഴുത്ത് ക്ഷമയോടെ നമ്മൾ പഠിക്കുകയും അല്ലെങ്കിൽ തിരുവെഴുത്ത് നൽകുന്ന നിർവചനം അത് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മൾ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചത് നോക്കുമ്പോൾ അതൊരു വേറെ ആശയത്തിലേക്ക് പോകും. പക്ഷെ അത് വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ വചനം വെച്ച് തന്നെ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിർവചിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ അർത്ഥം യഥാർത്ഥമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ നമുക്ക് അത് കൂടുതലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 2-ാം സങ്കീർത്തനം നമ്മൾ നോക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ സങ്കീർത്തനങ്ങൾ 16, സങ്കീർത്തന പുസ്തകത്തിൽ തന്നെ 22, ഇതെല്ലാം എന്ന് പറയുന്നത് യേശുവിന് മശിഹ പ്രവചനങ്ങളിലെ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളത് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ യേശുവിനെ അല്ലെങ്കിൽ ആ മഷിയെ കുറിച്ച് അവന്റെ ജഡം ദ്രവ്യത്വം കാണുകയില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ ആ ഒരു കാര്യത്തെ, ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് അവിടെ നമ്മൾ മനുഷ്യനായിട്ടാണ് കാണുന്നത്. മനുഷ്യന് ആ ഒരു ഭൂമിയിൽ നമ്മളെപ്പോലെ മനുഷ്യനായി വന്ന് ആ ഒരു നിലവാരത്തിൽ നിന്ന് അവൻ നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിക്കുന്ന ആ ക്രൂശാനുഭവത്തിന്റെ പ്രവചനങ്ങൾ കാണുമ്പോൾ അവിടെ നിന്ന് അവന്റെ അടുത്ത നിലവാരം അവൻ സ്വർഗത്തിലേക്കാണ് നമ്മൾ ഉയർത്തുന്നത്. സ്വർഗത്തിലേക്ക് നമുക്കുള്ള വഴി കാണിച്ചു തരാൻ വേണ്ടിയാണ് അവൻ ആ യാഗങ്ങൾ അവൻ ഈ ഭൂമിയിൽ നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി അവൻ യാഗമായി തീർന്നത്. അപ്പൊ ആ ഒരു കാര്യത്തെ, ആ ഒരു നിലവാരത്തിൽ നിന്ന് ഉയർന്നൊരു നിലവാരത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോയി അടുത്തതെന്ന് പറയുന്നത് യേശുവിന്റെ തേജസ് ആണ്. അപ്പൊ അവിടെയാണ് ദൈവത്തിന്റെ മഹത്വം നമ്മൾ നോക്കുമ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതിന്റെ എല്ലാം ഉദ്ദേശം. ഈ ദൈവത്തിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കി തരാൻ യേശു അല്ലെങ്കിൽ ആ ഒരു വഴി എങ്ങനെയാണ് ഇതിന്റെ തുടക്കം മുതൽ അത് കൊണ്ടുവന്നത്, നമ്മൾ എങ്ങനെ ആയിരിക്കണം, നമ്മിൽ നിന്ന് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്, എല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കുക. വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുക, നമ്മളിൽ തന്നെ ഒന്ന് സ്വയം പരിശോധിക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഏകജാതനായ പുത്രൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു അമ്മയുടെ ഒരു പുൽക്കൂട്ടിൽ അമ്മയുടെ കയ്യിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെല്ലാം നമ്മളിവിടെ ചിന്തിക്കേണ്ടത്. ഇവിടെ ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുമ്പോൾ മരിച്ചവരിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു. മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു മഹാപുരുഷൻ, അവൻ സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇന്ന് അവൻ സ്വർഗത്തിൽ ഇരിക്കുന്നവനാണ്, സ്വർഗത്തിൽ വാഴുന്നവനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവന്റെ കാൽ കീഴിൽ, അതായത് ശത്രുക്കളെ അവന്റെ കാൽ കീഴിലേക്കാണ് ഇനി കൊണ്ടുവരാൻ പോകുന്നത് അല്ലെ. അത് ശരിക്കും പറഞ്ഞാൽ അവൻ അടുത്തുകൂടെ വെളിച്ചിൽ വസിക്കുന്നവനാണ്. അതാണ് അവന്റെ മഹത്വം. നമുക്കത് നമ്മുടെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ട് നമ്മൾ ജീവനോടെ ഇരിക്കുകയില്ല. ശരിക്കും പറഞ്ഞാൽ അവന്റെ മഹത്വം അല്ലെങ്കിൽ അവന്റെ ബലം, അവന്റെ അധികാരം അപ്പോൾ എന്തൊക്കെയാണ് അത് ശരിക്കും പറഞ്ഞാൽ
എന്നേക്കുമുള്ളതാണത്. അത് നിത്യതയിൽ ഇന്നലെയും ഇന്നും എന്നും എന്നേക്ക് നിലനിൽക്കുന്ന ഒന്നാണ്. അവൻ ആ ഒരു നിലവാരം വിട്ടാണ് നമുക്ക് വേണ്ടി ഭൂമിയിൽ വന്നത്. അവൻ ദൈവത്തിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കി തന്നു. അവൻ എവിടെ നിന്നാണ് എവിടേക്കാണ് നമ്മളെ കൊണ്ടുവരാൻ അവൻ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി തരികയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളും അതുപോലെ തന്നെ. ഇപ്പൊ ഹെബ്രായർ 1:5 ഒക്കെ നമ്മളൊന്ന് വായിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ഒരു അന്നും ഇന്നും, അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെങ്ങനെയാണ് എപ്രകാരം എങ്ങനെ ജീവിക്കണം എന്നെല്ലാം നമ്മൾ ഈ വചനത്തിലൂടെ പരിശോധിക്കുക. ഇപ്പോൾ നമ്മൾ ആ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അപ്രകാരം ആ എന്നേക്ക് നിലനിൽക്കുന്ന ആ ക്രിസ്തുവിന്റെ നിലവാരത്തോട്, അവന്റെ സ്വഭാവത്തോട്, ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്ന എന്താണോ ആ ഒരു നിലവാരത്തിലേക്ക് നമ്മളുമായി തീരുവാൻ എല്ലാവരും നമ്മുടെ ഈ വചനത്തിലൂടെ നമ്മൾക്ക് കിട്ടുന്നത് നമ്മൾ തന്നെ പരിശോധിക്കുക. ഇതിൽ ഞാൻ ഇനി എന്താണ് ചെയ്യുന്നത്, എവിടെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ തിരുത്തേണ്ടത്, അത് നമ്മൾ തിരുത്തി ഇന്ന് തന്നെ അതിൽ മാറാൻ നമ്മൾ ഓരോരുത്തരും അത് ശ്രമിക്കുക. നമ്മളത് തിരുത്തി ജീവിച്ചില്ല എങ്കിൽ നമ്മളിന്ന് കേൾക്കുന്ന ജീവിതം നമ്മൾ കേൾക്കുന്ന വാക്യങ്ങൾ അല്ലെങ്കിൽ വചനങ്ങൾ അത് നമ്മൾ പരിശോധിച്ച് നമ്മളത് കേൾക്കുമ്പോൾ അത് ഇതൊക്കെ പറയുന്നത് തെറ്റാണ്, സ്വർഗോ അല്ലെങ്കിൽ മരണോ ഇതെല്ലാം ഒരു തമാശയായി കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ ദയനീയമാണ് പിന്നെ നമ്മുടെ മരണാന്തര ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് തന്നെ നമ്മളൊന്ന് പരിശോധിക്കുക. നമ്മുടെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ബുദ്ധിയിൽ തന്നെ വെച്ച് നമ്മൾ വചനത്തെ ഇന്ന് ഏറ്റവും അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്ന നമ്മുടെ മാതൃഭാഷയിൽ തന്നെ, ഇപ്പോൾ മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാത്തിനും വചനം നമ്മുടെ കൈകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ തന്നെ ഒന്ന് സ്വയം വായിക്കുക. ആ വായനയുടെ തന്നെ നമ്മൾ കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് പരിശോധിച്ച് ഇന്ന് തന്നെ നമ്മൾ തന്നെ തിരുത്തി സ്വർഗത്തിൽ നമ്മൾ പേരുള്ളവൻ എന്നുള്ള ഒരു ധൈര്യത്തോടെ ജീവിക്കാൻ എല്ലാവർക്കും അത് സഹായമായി തീരട്ടെ. ഇതിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയണം, പഠിക്കണം എന്ന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെയുള്ള ആ ഒരു കോൺടാക്ട് നമ്പർ ഉണ്ട്, അതിൽ നിങ്ങൾ ബന്ധപ്പെടുക. നമുക്ക് കൂടുതൽ തുടർന്ന് പഠിക്കാവുന്നതാണ്. എല്ലാവരും ദൈവം സഹായിക്കട്ടെ. താങ്ക്